നല്ല ഫിഷ് കേക്ക്സ്, സമൂസ, റോൾസ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഡെയിലി വെയറിന് പറ്റുന്ന ജ്വല്ലറീസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ ഇവരുടെ കുറച്ച് പിക്കിൾസ്, ബട്ടർ സ്പ്രെഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അതിൽ ബട്ടർ സ്പ്രെഡ് നല്ലതായിരുന്നു. ഒക്കെ ഒരു മിനിമൽ റേറ്റ് ആണ് എല്ലാത്തിനും വരുന്നത്. പിന്നെ ഈ വില്ലേജേഴ്സ് ഉണ്ടാക്കുന്ന കുറച്ച് ഐറ്റംസാണ് അടുത്ത സ്റ്റോളിൽ ഉണ്ടായിരുന്നത്. അതൊക്കെ കണ്ടു. പിന്നെ ഇതുപോലെ തന്നെ ഹോം ഡെക്കേഴ്സ്, ക്രിസ്മസിൻ്റെ ടൈമിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരുപാട് ലൈറ്റ്സ്, പിന്നെ നമ്മളെ ഈ വാൾസിലൊക്കെ തൂക്കുന്നത്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് ഇവരുടെ ഒരു ക്യാൻഡിലാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ക്യാൻഡിൽ കാണാൻ. പിന്നെ ഇവിടെ ഒരു മസാജറിൻ്റെ ഒരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഇരുന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഈ സംഭവം അടിപൊളിയാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു പപ്പി. പക്ഷേ ആ പപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇങ്ങനെ വയറിൻ്റെ അവിടെ ഇങ്ങനെ പൊങ്ങും താഴും ചെയ്യും. അപ്പോൾ നമുക്ക് കാണുമ്പോഴത്തേനും ഇത് കുറച്ച് ഒറിജിനലാണെന്ന് ഫീൽ ചെയ്യുന്ന രീതിയിൽ അതെന്തൊരു മോട്ടോർ വെച്ചിട്ട് സെറ്റപ്പ് ചെയ്തിരിക്കുകയാണേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഡയറക്റ്റ് പോയത് ഇവരുടെ ഈ ഫർണിച്ചർ ഡിസ്പ്ലേ യൂണിറ്റിലോട്ടാണ്. ഇവിടെ ഭയങ്കര റേറ്റ് കുറവാണ്. നമുക്കിപ്പോൾ ഒരു പുതിയ വീടൊക്കെ മേടിച്ചവർക്കാണെങ്കിൽ നമുക്ക് ഈ ചാരിറ്റിയിൽ നിന്നൊന്നും മേടിക്കാതെ ഫ്രഷ് ആയിട്ടുള്ള പീസസ് ഇതുപോലെ പർച്ചേസ് ചെയ്യാൻ പറ്റും. നല്ല നല്ല സംഭവങ്ങളായിരുന്നു എല്ലാം. ഇത് ഇവർ തന്നെ നമുക്ക് ഹോം ഡെലിവറി ചെയ്തു തരും. പിന്നെ ഇതൊരു ചെറിയൊരു സ്നാക്കിൻ്റെ, അതായത് സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്സിൻ്റെ ഒരു കൗണ്ടർ. പിന്നെ ഇതൊരു പിക്കിൾ കൗണ്ടറാണ്. അവിടെയൊക്കെ നമുക്ക് ഇവർ ടേസ്റ്റ് ചെയ്യാൻ തരും. അപ്പോൾ നമുക്കെല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് മേടിക്കാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഈ ഷീപ്പിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആമിക്കുട്ടിക്ക് ഈ ഷീപ്പിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇത് മേടിച്ചായിരുന്നു ഈ ഷീപ്പിനെ. പിന്നീട് പോയത് ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഉണ്ടാക്കുന്ന നല്ല അടിപൊളി ഹോം ഡെക്കേഴ്സ് അതിൻ്റെ ഒരു സെക്ഷനിലോട്ടാണ്. നന്നായിട്ടുണ്ടായിരുന്നു അവരെല്ലാം ചെയ്തത്. ഒരുപാട് പണിപ്പെട്ട് ചെയ്ത വർക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ നല്ല ഐറ്റംസ് ആയിരുന്നു ആ സെക്ഷനിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ കുറച്ച് ഹാൻഡ് മെയ്ഡ് ടോയ്സ്, കോട്ട്, പിന്നെ ഫ്രോക്ക് ഐറ്റംസ്, സ്കേർട്ട് അങ്ങനെയൊക്കെ. പിന്നെ ഇത് കുറച്ച് ലൈറ്റിങ്സിൻ്റെ ഒക്കെ സെക്ഷനാണ്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ്സ്, അങ്ങനത്തെ നല്ല ഓരോ സിമ്പിളായിട്ടുള്ള കുറച്ച് പീസസ്. ഈ സ്റ്റാൾ നല്ല സംഭവമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമുക്ക് ഈ ഇറാനി ഡിസൈൻസൊക്കെ വരുന്ന ലൈറ്റ്സ്, പ്ലേറ്റ്സ് അങ്ങനെയൊക്കെ. പിന്നെ കുറച്ച് ജ്വല്ലറീസ്, അതായത് 90s ഉള്ള അങ്ങനെ തോന്നുന്ന രീതിയിലുള്ള കുറച്ച് ജ്വല്ലറീസാണ് ഇവരുടെ ഈ കളക്ഷൻസിൽ വരുന്നത്. പേൾസ് വെച്ചിട്ട് പിന്നെ കുറേ ടൈപ്സ് ബീഡ്സ് വെച്ചിട്ടൊക്കെ ഉള്ളത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രാഗ്നൻ്റ് ആയിട്ടുള്ള നമ്മുടെ ലെമൺസ്, സിട്രസ് ഫ്രൂട്ട് അതൊക്കെ വെച്ചിട്ട് അവർ ചെയ്തിട്ടുള്ള ഒരിത് നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടാം വീട്ടിലൊക്കെ. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ഫുഡിന് ആ സ്മെല്ല് അബ്സോർബ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങളിത് മേടിച്ചില്ല.